ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഡിഷാണ് ചിക്കൻ ചുക്ക. ഇത് നല്ല സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതെങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സവാള ഇതേപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് ചതച്ചിട്ടെടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതേപോലെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടും എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ചുക്ക തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് സവാള വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇതേപോലെ കുറേശ്ശെ ഇട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ വറുത്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സവാള മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മാറ്റി വെച്ച ശേഷം ബാക്കി എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ചിക്കനിലോട്ട് സവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നതാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അടുത്തതായിട്ട് ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊന്നും തന്നെ ചേർക്കാനില്ല. ഇതൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ചിക്കൻ ചുക്ക തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെയാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ലതുപോലെ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാകും. ആ വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ചിക്കൻ ഒരു ഡാർക്ക് കളറായിട്ട് വരും. ആ പരുവം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കണ്ട. പിന്നെ നമുക്ക് ഈ ഒരു ഗ്രേവിയോടെ ചിക്കൻ ചുക്ക ആവശ്യമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ചുക്കയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി സ്പൈസി ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് പ്രിപ്പറേഷൻസ് ഒക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചേച്ചി ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം ആദേഴ്സ് വേൾഡ്.